കോമേഴ്സ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ആണ്. ബാലൻസ് ഷീറ്റ് വരുന്നത് അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റലാണ്. അതുപോലെ തന്നെ നമ്മൾ ബേസിക് ടേംസ് ഓഫ് അക്കൗണ്ടിങ് ആണ് നോക്കാൻ പോകുന്നത്. അതിൽ കുറേ ടൈപ്സ് ഉണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, നമുക്കപ്പോൾ നോക്കാം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ there are two basic financial statement prepared by a business undertaking. എന്ന് വെച്ചാൽ രണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ എൻഡ് ഓഫ് ദി ഇയർ എപ്പോഴും പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ, പ്രോഫിറ്റും ലോസുമാണ് നമ്മൾ ഒന്നാമത്തേത് പ്രിപ്പയർ ചെയ്യുന്നത്. രണ്ടാമത്തെ വന്നിട്ട് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് നമ്മൾ രണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ബാലൻസ് ഷീറ്റിൽ വന്നിട്ട് 3 എണ്ണം ഉണ്ട്. ദ 3 കോമ്പോണൻസ് ഓഫ് എ ബാലൻസ് ഷീറ്റ് ആർ അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ. ഇത് 3 എണ്ണമാണ് ഉള്ളത്. അപ്പോൾ നമുക്കത് ഏതൊക്കെയാണെന്ന് 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെയാണ് ബേസിക് അക്കൗണ്ടിങ് ടേംസ്. ഈ 3 അതിൽ വരുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യത്തെ വരുന്നത് അസറ്റാണ്. എന്താണ് അസറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. ദീസ് ആർ ദ മെറ്റീരിയൽ തിങ്സ്, properties owned by the business and the amounts due it from other is called asset. എന്ന് വെച്ചാൽ ഈ അസറ്റ് വന്നിട്ട് ചിലപ്പോൾ അതൊരു നമുക്ക് ഇപ്പോൾ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ ഭാവിയിൽ നമുക്കത് ക്യാഷായിട്ടൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. അത് ഏതൊക്കെയാണ് അസറ്റായിട്ട് വരുന്ന മെറ്റീരിയൽ വരും. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും മെറ്റീരിയൽ വാങ്ങിക്കുവാണെങ്കിൽ ചിലപ്പോൾ ഇയർ എൻഡാന്ന് വെച്ചോ, ഇപ്പോൾ 31st മാർച്ച് വരെ നമ്മുടെ ഇയർ എൻഡ് വരുന്നത്, ഏപ്രിൽ 1 തൊട്ട് 31st മാർച്ച്. അപ്പോൾ 31st നമ്മൾ മെറ്റീരിയൽ വാങ്ങി നമുക്ക് അടുത്ത വർഷമേ അത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് എന്തായാലും ആ മെറ്റീരിയൽ വിറ്റ് ക്യാഷ് ആക്കാം. ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ മെറ്റീരിയൽ ഓർഡർ ചെയ്തെല്ലാം റെഡിയാക്കി വെച്ചു. ചിലപ്പോൾ നമ്മുടെ ക്ലയൻറ്റ് പറയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങൾ പറയാം, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മാനുഫാക്ചർ ചെയ്താൽ മതി എന്നങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് ആ മെറ്റീരിയൽ അവിടെ തന്നെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കതൊരു അസറ്റാണ് ആ മെറ്റീരിയൽ. പക്ഷേ നമ്മൾ ഭാവിയിൽ നമ്മൾ എന്തായാലും അത് ഉണ്ടാക്കി ക്യാഷ് ആക്കിയിട്ട് മാറ്റിയെടുക്കും. അപ്പോഴത്തേക്കും നമുക്കതൊരു അസറ്റാണ്. അതാണ് മെറ്റീരിയൽ എന്ന് പറഞ്ഞത്. പിന്നെ തിങ്സ്, ഓരോ സാധനങ്ങൾ, അതും നമുക്ക് മെറ്റീരിയലായിട്ട് ഇത് അസറ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പ്രോപ്പർട്ടീസ് എന്ന് വെച്ചാൽ സ്ഥലങ്ങൾ, ഇപ്പോൾ കമ്പനി നടത്തുന്ന ബിൽഡിംഗ് ആവട്ടെ, പിന്നെ അതിനെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും ആവട്ടെ, അതൊക്കെയാണ് നമുക്ക് പ്രോപ്പർട്ടീസ് വരുന്നത്. പിന്നെ 1 by 1 ബിസിനസ്, അതിൽ നമുക്ക് ഫർണിച്ചറും പിന്നെ കുറേ എന്തൊക്കെയോ വരും. ഫർണിച്ചർ ഒക്കെ ഫിക്സ്ഡ് അസറ്റും അതൊക്കെയാണ് വരുന്നത്. ഫർണിച്ചർ, ടേബിള്, പിന്നെ ഓഫീസ് ഐറ്റംസ്, അതൊക്കെ നമുക്ക് അസറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. മെഷീനറീസ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, അങ്ങനെയൊക്കെ കുറേ ലാൻഡും അതിൽ ഉൾപ്പെടും. അപ്പോൾ ഇതൊക്കെയാണ് വരുന്നത്. അതിൻ്റെ എമൗണ്ട് വന്നിട്ട് ഡ്യൂ ടു ഫ്രം അതേഴ്സ് ഈസ് കോൾഡ്. എന്നിട്ട് എമൗണ്ട് നമ്മളിപ്പോൾ എമൗണ്ട് കൊടുത്തിട്ടാണ് മേടിക്കുന്നതെങ്കിൽ ഭാവിയിൽ നമുക്കത് നല്ല ബെനിഫിറ്റ് ഉണ്ടാവും. നമുക്കത് കയ്യിലിരുന്നാൽ തന്നെ. ഇപ്പോൾ നമ്മൾ ബിസിനസ് ചെയ്യുന്ന സ്ഥാപനവും സ്ഥലവും ആയിക്കോട്ടെ, അത് നമ്മുടെ ഇതാണ്, നമ്മുടെ സ്വന്തമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമുക്കത് വിൽക്കാനായിട്ട് പറ്റും. ഭാവിയിൽ നമുക്ക് എന്തെങ്കിലും വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ അത് വിറ്റ് നമുക്ക് കാശായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അതാണ് ഈ അസറ്റ് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ നമുക്ക് എന്തായാലും അതിന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ആൻഡ് ഫിസിക്കൽ ഓർ റിയൽ പ്രോപ്പർട്ടീസ് കോൾഡ് tangible asset like land and building, plant and machinery, furniture, vehicle, stock of goods, cash, etc. owned by a business. എന്ന് വെച്ചാൽ ഇതിൽ വരുന്നത് ഫിസിക്കലും വരാം, റിയലും വരാം. അതായത് നമുക്ക് കാണാനും തൊടാനും പറ്റാത്തതും വരാം, അല്ലെങ്കിൽ നമുക്ക് ടച്ചും ഫീലും ചെയ്യുന്നതും വരാം. അതായത് ടാഞ്ചിബിളും ഇൻടാഞ്ചിബിളും രണ്ടും ഇതിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഫിസിക്കൽ ഓർ റിയൽ പ്രോപ്പർട്ടീസ് കോൾഡ്. എക്സാമ്പിൾ ടാഞ്ചിബിൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ വരുന്നത് അസറ്റ് ലൈക്ക് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പിന്നെ പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ, വെഹിക്കൽ, സ്റ്റോക്ക് ഓഫ് ഗൂഡ്സ്, ക്യാഷ്, എക്സെട്ര. ഇതൊക്കെയാണ് നമുക്ക് നോർമലായിട്ട് അസറ്റിൽ വരുന്നത്. ഓൺ ബൈ എ ബിസിനസ്സുകാർ ഓൺ ചെയ്യുന്നതാണ്. വെഹിക്കലൊക്കെ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമുക്കത് വിറ്റ് ക്യാഷായിട്ടാക്കാം. ഫർണിച്ചർ ആയാലും പിന്നെ മെഷീനറീസൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമുക്ക് ഭാവിയിൽ വിറ്റിട്ട് ക്യാഷാക്കാം. ഇതൊക്കെയാണ് അസറ്റ് വരുന്നത്. പിന്നെ റൈറ്റ്സ് ഇൻ സർട്ടൺ തിങ്സ് ഈസ് കോൾഡ് ഇൻടാഞ്ചിബിൾ അസറ്റ്. റൈറ്റ്സ് എന്ന് വെച്ചാൽ ഇൻ സർട്ടൺ, ചിലതൊക്കെ ഇൻടാഞ്ചിബിൾ ആണ്. അത് ഏതൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഗുഡ് വില്ല്, പേറ്റൻറ്റ്, ട്രേഡ് മാർക്ക്, എക്സെട്ര. ഇതൊക്കെയാണ്. ഗുഡ് വില്ലും പേറ്റൻറ്റും ട്രേഡ് മാർക്കും ആണ് നമുക്ക് അസറ്റായിട്ട് വരുന്നത്. അത് ഇൻടാഞ്ചിബിൾ അസറ്റാണ്.
പൊസസ്ഡ് ബൈ ദി ബിസിനസ്. ഗുഡ് വിൽ എന്ന് വെച്ചാൽ നമ്മുടെ കമ്പനിയുടെ സൽപ്പേര് അത് നിലനിർത്താൻ. പേറ്റൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ് തന്നെ ഇത് ചെയ്യുന്ന ഒരു ഇതാണ്. ട്രേഡ് മാർക്ക് എന്ന് വെച്ചാൽ കമ്പനിയുടെ മാർക്കുണ്ടാവും. നമുക്ക് നമ്മുടെ പെർമിഷൻ ഇല്ലാണ്ടൊന്നും ആർക്കും അത് റീസെല് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ എന്ത് പ്രോഡക്റ്റാണോ ചെയ്യുന്നത് അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്യാനൊന്നും അവർക്ക് പറ്റത്തില്ല. ഗവൺമെൻറ്റിൽ നിന്ന് അവർക്ക് പെർമിഷൻ കൊടുക്കുന്നത് അങ്ങനെയൊന്നും ചെയ്യാൻ ഉള്ള ഇതില്ലാന്ന്. ഓക്കെ, ഈ ബിസിനസ് അതാണ് നമുക്ക് വരുന്നത്. പിന്നെ വന്നിട്ട് എമൗണ്ട്സ് ഡ്യൂ ടു ബിസിനസ് ഫ്രം അതേഴ്സ് എന്ന് വെച്ചാൽ എമൗണ്ട് ഡ്യൂ ആവുന്നത് അതേഴ്സിൽ നിന്ന് കിട്ടുന്ന പൈസ, അതായത് സൺട്രി ഡേറ്റാസ്. അതായത് നമ്മൾ എന്തെങ്കിലും ബിസിനസ് സാധനങ്ങൾ കൊടുത്തിട്ട് അവർ പൈസ നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുണ്ടാവുമല്ലോ, പെൻഡിങ് ഉണ്ടാവും. സോ അവരും നമുക്ക് അത് അസറ്റാണ്. പിന്നെ ബിൽസ് റിസീവബിൾ, നമുക്ക് ബിൽസ് കിട്ടാനുള്ളതും അതും നമുക്കൊരു അസറ്റാണ്. പിന്നെ പ്രീപെയ്ഡ് എക്സ്പെൻസ് നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ളത്. പിന്നെ അക്വേർഡ് ഇൻകം, ഇത്രയും ഐറ്റംസൊക്കെ നമുക്ക് അസറ്റിൽ വരുന്നതാണ്, നമുക്കതെല്ലാം ഇങ്ങോട്ട് കിട്ടാനുള്ളതാണ്. ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ക്ലാസ് ആയിട്ട് പിന്നീട് നമ്മളിത് പഠിക്കുന്നതായിരിക്കും 1 by 1 ആയിട്ട്. ഓക്കെ, ഫ്രം ദി എബോവ് എക്സ്പ്ലനേഷൻ അസെറ്റ് മേ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻറ്റു 2 ടൈപ്പ്. അസെറ്റ് വന്നിട്ട് ഈ 2 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന് ഫിക്സ്ഡ് അസെറ്റും ആൻഡ് കറണ്ട് അസെറ്റും. 2 അസെറ്റാണ് നമുക്കുള്ളത്. ഓക്കെ, ആദ്യത്തെ നമുക്ക് നോക്കാം ഫിക്സ്ഡ് അസെറ്റ് വിച്ച് ആർ അക്വേർഡ് ഫോർ ലോങ് ടേം പീരിയഡ് കൺവേർട്ടഡ് ഇൻറ്റു ക്യാഷ് ലേറ്റർ. എന്ന് വെച്ചാൽ അസെറ്റ് വന്നിട്ട് ലോങ് ടേം പീരിയഡിലേക്കുള്ളത് അത് ഫിക്സ് അസെറ്റ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ലേറ്റർ ഓൺ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം, പക്ഷേ നമുക്ക് ലോങ് ടേം പീരിയഡിൽ നമ്മുടെ കൂടെ തന്നെ കാണും. അതാണ് ഫിക്സ്ഡ് അസെറ്റ്. എക്സാമ്പിൾ വന്നിട്ട് ഫിക്സ്ഡ് അസെറ്റിൽ വരുന്നതാണ് ലാൻഡ് ആൻഡ് ബിൽഡിങ്, പ്ലാന്റ് ആൻഡ് മെഷീനറി. ഓക്കെ, എന്ന് വെച്ചാൽ നമുക്ക് ലാൻഡും ബിൽഡിങ്ങൊക്കെ നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തെങ്കിലും വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ അത് നമുക്ക് വിൽക്കാനായിട്ട് ക്യാഷ് കിട്ടും നമുക്ക്. അപ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറിയൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ലേറ്റർ ഓൺ ഭാവിയിൽ നമ്മൾ എത്ര നാൾ വരെ നമ്മൾ ഉപയോഗിക്കുന്നത്, എന്തെങ്കിലും കേടോ എന്തെങ്കിലും പ്രശ്നങ്ങളോ വന്നാൽ നമ്മളത് വിൽക്കും, അപ്പോൾ നമുക്ക് പൈസയും കിട്ടും. അപ്പോൾ അതിനെയാണ് നമ്മളിത് പറയുന്നത്. പിന്നെ ഫിക്സ്ഡ് അസെറ്റ് ആൻഡ് ക്ലാസിഫൈഡ് ഇൻറ്റു ദ ഫോളോയിങ് കാറ്റഗറി. ഫിക്സ്ഡ് അസെറ്റ് വന്നിട്ട് ഈ ഫോളോയിങ് കാറ്റഗറീസിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അതായത് ടാഞ്ചിബിൾ അസെറ്റ്. ഒന്നാമത്തെ ടാഞ്ചിബിൾ അസെറ്റ് എന്ന് പറഞ്ഞാൽ അസെറ്റ് ഹാവിങ് ഡെഫിനൈറ്റ് ഷേപ്പ് ആൻഡ് ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഈസ് കോൾഡ് ടാഞ്ചിബിൾ അസെറ്റ്. ടാഞ്ചിബിൾ അസെറ്റ് എന്ന് പറഞ്ഞാൽ ഇതിനൊരു ഡെഫിനൈറ്റ് ഷേപ്പും ഫിസിക്കൽ എക്സിസ്റ്റൻസും ഒക്കെ കാണും. അതിനെയാണ് നമ്മൾ ടാഞ്ചിബിൾ അസെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ നോക്കാം. ലാൻഡ്, ബിൽഡിംഗ്, മെഷീനറി, ഫർണിച്ചർ എക്സെട്ര. ഇതിൽ വരുന്നത് ലാൻഡ്, ബിൽഡിങ്, ഫർണിച്ചർ, അതിൻ്റെയൊക്കെ ഷേപ്പൊക്കെ വന്നിട്ടും ഡിഫറെൻറ്റ് രീതിയിലാണല്ലോ ഷേപ്പ് ഇരിക്കും. ലാൻഡിൻ്റെ ഷേപ്പ് വേറെയാണ്, ഒരു ബിൽഡിംഗ് കെട്ടുമ്പോഴത്തേക്കും അതിൻ്റെ ഷേപ്പ് വേറെയാണ്, മെഷീനറീസിൻ്റെ വേറെയാണ്, ഫർണിച്ചേഴ്സിൻ്റെ വേറെയാണ്. ഇതെല്ലാം ഡിഫറെൻറ്റ് ഷേപ്സിൽ വരുന്നതാണ് നമുക്ക് ടാഞ്ചിബിൾ അസെറ്റ് വരുന്നത്. പിന്നെ നമുക്കത് തൊടാനും ഫീൽ ചെയ്യാനും ടച്ച് ചെയ്യാനൊക്കെ നമുക്ക് പറ്റും. ഇൻടാഞ്ചിബിൾ അസെറ്റ് എന്ന് പറഞ്ഞാൽ അസെറ്റ് ഹാവിങ് നോ ഫിസിക്കൽ എക്സിസ്റ്റൻസ്. അതിനൊരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഒന്നുമില്ല. ചെറു കാണാനോ തൊടാനോ നമുക്കൊരു ഫീല് വരാനോ ഒന്നും നമുക്ക് പറ്റത്തില്ല, നമുക്ക് കാണാനൊന്നും പറ്റത്തില്ല. ആ റെപ്രസെൻറ്റഡ് ബൈ റൈറ്റ്സ് ഇൻ സർട്ടേൺ തിങ്സ് ആക്കും. അതിനൊരു റൈറ്റ്സ് ഉണ്ടാവും. ആ ഫിസിക്കൽ എക്സിസ്റ്റൻസും ഇല്ലാത്തതിന് റൈറ്റ്സ് ഉണ്ടാവും നമുക്ക്. ഓക്കെ, അധികാരം ഉണ്ടാവും നമുക്കത്. ഈസ് കോൾഡ് ഇൻടാഞ്ചിബിൾ അസെറ്റ്. ഇറ്റ്സ് അവർ ഗുഡ് വിൽ, പേറ്റൻറ്റ്, ട്രേഡ് മാർക്ക്. ഗുഡ് വില്ല്, പേറ്റൻറ്റ്, കോപ്പിറൈറ്റൊക്കെ വരും ഇതിനകത്ത്. കോപ്പിറൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് നമ്മളെന്തെങ്കിലും മാനുഫാക്ചർ ചെയ്ത് അത് കോപ്പിറൈറ്റ് ചെയ്തിട്ട് വേറെ ഉള്ളവർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. നമുക്ക് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു അധികാരമാണ്. ഇത് നിങ്ങൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയും. ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് ലൈസൻസും കാര്യങ്ങളൊക്കെ കിട്ടും. അതുകൊണ്ടാണ് ഇതിൽ വരുന്നത്. ഇതൊക്കെ നമുക്ക് കാണാനും തൊടാനും ഒന്നും നമുക്ക് പറ്റത്തില്ല. ഇങ്ങനെ ഒരു സംഭവമുണ്ട്. ഇതൊരു അസെറ്റാണ്. ഇപ്പോൾ നമ്മൾ കമ്പനിയുടെ സൽപ്പേരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നോക്കും. ഇപ്പോൾ ഏതെങ്കിലും ഒരു സാധനം മേടിക്കാൻ പോയാൽ നമ്മൾ ആ കമ്പനി സെർച്ച് ചെയ്യും, എങ്ങനെയാണ് ഇവിടെ നല്ല ക്വാളിറ്റി ആണെന്നൊക്കെ നോക്കിയിട്ടല്ലേ നമ്മൾ ഒരു സാധനം മേടിക്കുന്നത്. അപ്പോൾ ആണ് കമ്പനിയുടെ സൽപ്പേര്, അത് അവർക്കൊരു അസെറ്റാണത്. അത് കമ്പനി നിലനിർത്തി പോവാന്ന് പറഞ്ഞാൽ, നല്ല രീതിയിൽ പോവാന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. സോ അതുകൊണ്ടാണ് അത് അസെറ്റായിട്ട് വരുന്നത്. പിന്നെ അതിൻ്റെ വരുന്നത് വേസ്റ്റിംഗ് അസെറ്റ് വെച്ചാൽ നമ്മളിപ്പോൾ ബിസിനസ്സിൽ ഓരോന്നും ചെയ്തിട്ട് അതിൻ്റെ വേസ്റ്റായിട്ട് വരുന്ന സംഭവങ്ങൾ, അത് നമുക്കൊരു അസെറ്റാണ്. അസെറ്റ് വിച്ച് ഗെറ്റ്സ് എക്സോസ്റ്റഡ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് എക്സ്ട്രാക്ഷൻസ് ആർ കോൾഡ് വേസ്റ്റിംഗ് അസെറ്റ്. എന്ന് വെച്ചാൽ ഇപ്പോൾ അസെറ്റ് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും മാനുഫാക്ചർ ചെയ്യുകയാണെങ്കിൽ അതിന് എന്തെങ്കിലും വേസ്റ്റ് വരും, അത് നമ്മൾ എന്തായാലും മറിച്ച് വിൽക്കും. അത് ആ വേസ്റ്റൊക്കെ നമ്മൾ കൊടുക്കും, ഈ സ്ക്രാപ്പായിട്ടൊക്കെ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് പൈസ കിട്ടും. അത് നമുക്കൊരു അസെറ്റാണ്. അതാണ് പറയുന്നത്. ഇപ്പോൾ മൈൻസ്, ക്വാരീസ്, ഓയിൽ ഫീൽഡ്സ് എക്സെട്ര. ഇപ്പോൾ ഇതൊക്കെ ക്വാരീസൊക്കെ വരെ നമുക്ക് വേസ്റ്റാണ്. നമുക്കത് ഇനി വേണ്ടാന്ന് തോന്നുവാണെങ്കിൽ നമ്മളത് കൊടുക്കും. അപ്പോൾ അതിനൊക്കെ നമുക്ക് പൈസ കിട്ടും. അതിനെയാണ് നമ്മളിത് പറയുന്നത്. പിന്നെ
ഫിക്സ്റ്റീഷ്യസ് അസറ്റ് എന്ന് പറഞ്ഞാൽ അസറ്റ് വിച്ച് ഹാവ് നോ റിയൽ വാല്യൂ ബട്ട് ആർ ഷോൺ ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഇതിന് വാല്യൂ ഇല്ല, പക്ഷേ അത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണിക്കും, നമ്മൾ മെൻഷൻ ചെയ്യും. only for technical reasons are called ഫിക്സ്റ്റീഷ്യസ് അസറ്റ്സ്. ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ എക്സാമ്പിൾ വന്നിട്ട് നമുക്ക് നോക്കാം. പ്രിലിമിനറി എക്സ്പെൻസ്, ഇപ്പോൾ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ്, ഡിബഞ്ചേഴ്സ്, അണ്ടർ റൈറ്റിംഗ്, കമ്മീഷൻസ് അസറ്റ്. ഇപ്പോൾ നമുക്ക് പ്രിലിമിനറി എക്സ്പെൻസ് ഒക്കെ നമുക്കത് അത്ര യൂസ് അല്ല. കാരണം ബുക്സ് ഓഫ് അക്കൗണ്ട് മെൻഷൻ ചെയ്യുന്നേ ഉള്ളൂ, നമുക്കത് അത്ര റിയൽ ആയിട്ടുള്ള വാല്യൂ ഒന്നുമില്ല അതിന്. പിന്നെ നമുക്ക് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂസ് ഓഫ്, ഇപ്പോൾ ഷെയർസ് ഒക്കെ കൊടുക്കുമ്പോൾ ഡിസ്കൗണ്ട് കിട്ടുന്നെങ്കിൽ നമുക്ക് അത്ര വാല്യൂ ഒന്നുമില്ല, പക്ഷെ നമ്മൾ എന്തായാലും കാണിക്കും ഇത്ര ഡിസ്കൗണ്ട് കിട്ടി എന്നൊക്കെ പറഞ്ഞ്, അത്രയേ ഉള്ളൂ. ഡിബഞ്ചേഴ്സ്, അണ്ടർ റൈറ്റിംഗ്, കമ്മീഷൻസ്. കാരണം നമുക്ക് ഇങ്ങോട്ട് ഡിസ്കൗണ്ട് കിട്ടുമ്പോൾ നമുക്കതൊരു അസറ്റാണ്, നമുക്ക് നമ്മുടെ കയ്യിലേക്ക് പൈസ വരുവാണ്, നമുക്കൊരു അസറ്റാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും പക്ഷെ നമുക്കതിന് വാല്യൂ ഇല്ല എന്ന് വെച്ചാൽ അതുകൊണ്ട് നമുക്കൊന്നുമില്ല. പക്ഷെ നമ്മൾ ബുക്കിൽ എന്തായാലും മെൻഷൻ ചെയ്യണം, നമുക്ക് ഇത്ര ഡിസ്കൗണ്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മൾ കാണിക്കും, എന്നാലും നമുക്ക് കണക്ക് ശരിയായിട്ട് വരത്തുള്ളൂ. സോ നമ്മളെന്തായാലും അത് മെൻഷൻ ചെയ്യേണ്ടി വരും, പക്ഷെ അതിന് വാല്യൂ ഇല്ല. അതിനെയാണ് നമ്മൾ ഫിക്സ്റ്റീഷ്യസ് അസറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് നോക്കാം കറണ്ട് അസറ്റ്. അസറ്റ് വിച്ച് ആർ ഹെൽഡ് ഫോർ എ ഷോർട്ട് പീരിയഡ് ആർ കോൾഡ് കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ടായിട്ടുള്ളത് പീരിയഡിൽ മാത്രമേ കാണത്തുള്ളൂ. ഈ ഫിക്സഡ് അസറ്റ് വെച്ചാൽ ലോങ് ടേം കാണും, ഇത് ഷോർട്ടായിട്ടുള്ളത് മാത്രമേ കാണത്തുള്ളൂ. ഇപ്പോൾ 1 ഇയർ 2 ഇയർ അതിനപ്പുറത്തേക്കൊന്നും പോകത്തില്ല. ഇതിനെയാണ് നമ്മൾ കറണ്ട് 1 ഇയറിനുള്ളിൽ തന്നെ നമുക്ക് ക്യാഷ് ആക്കി മാറ്റുന്നതാണ് കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് വിത്തിൻ 1 ഇയർ. ഓക്കെ, 1 ഇയറിൽ തന്നെ നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. എക്സാമ്പിൾ വന്നിട്ട് ഇൻവെൻട്രീസ്, സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റോക്ക്, നമ്മുടെ കയ്യിൽ എന്തെങ്കിലും സ്റ്റോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ, റോ മെറ്റീരിയലിൻ്റെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് നമുക്ക് 1 ഇയർ കൊണ്ട് നമുക്കത് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വർക്കിംഗ് പ്രോഗ്രസ് ആൻഡ് ഫിനിഷ് ഗുഡ്സ്. ഇപ്പോൾ നമ്മുടെ എന്തെങ്കിലും ജോലി, അതായത് നമ്മുടെ വർക്ക് ഇങ്ങനെ പ്രോഗ്രസ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ ഇയർ എൻഡ് കഴിഞ്ഞു, അടുത്ത വർഷത്തേക്കാണെങ്കിൽ അത് നമുക്ക് ക്യാഷായിട്ട് കിട്ടും. പിന്നെ ഫിനിഷ് ഗുഡ്സ് ഒക്കെ ഫിനിഷ് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്, പിന്നെ നമുക്കത് ഡെലിവറി ചെയ്താൽ മതി, അത് നമുക്ക് ക്യാഷായിട്ട് കിട്ടും. ഡേറ്റാബേസ് ബിൽസ്, റിസീവബിൾ അസറ്റ്, അതൊക്കെ നമുക്ക് ഈ അസറ്റ് ആർ കോൾഡ് ഫ്ലോട്ടിംഗ് അസറ്റ് ഓർ സർക്കുലേറ്റിംഗ് അസറ്റ്. ഇതിനെയൊക്കെ നമ്മൾ ഫ്ലോട്ടിംഗ് അസറ്റും സർക്കുലേറ്റിംഗ് അസറ്റും ഫ്ലോട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ചാൽ നമുക്ക് 1 ഇയറിനുള്ളിൽ നമുക്ക് ക്യാഷ് കയ്യിൽ വരും. നമുക്ക് അതുവരെ നമ്മൾ സാധനം നമുക്കിപ്പോൾ കമ്പനിയിൽ നിന്ന് മാനുഫാക്ചർ ചെയ്യുമെങ്കിൽ അത് നമുക്ക് വിൽക്കാനായിട്ട് നമുക്കത് സമയം എടുക്കും. അതിനാണ് നമ്മൾ സർക്കുലേറ്റിംഗ് അസറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ അസറ്റിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി ലയബിലിറ്റീസും ക്യാപിറ്റലും അടുത്ത ക്ലാസ്സിൽ നോക്കാം. കാരണം വെച്ചാൽ ഇതെല്ലാം കൂടി നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവത്തില്ല, കൺഫ്യൂഷൻ ഒരുപാടുണ്ടാവും. സോ നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുന്നതല്ലേ, അപ്പോൾ നിങ്ങളുടെ ബേസിക്കാണിത്. അക്കൗണ്ട്സ് എന്ന് പറയുന്നത് ബേസിക്കാണ്, അത് ക്ലിയറായിട്ട് പോയാൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ടും പഠിക്കാനായിട്ട് പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കുക വേണ്ട മക്കളെ, ചോദിച്ചോളൂ, ധൈര്യമായിട്ട് ചോദിച്ചോളൂ, ഞാൻ എപ്പോഴും നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തന്നേക്കാം. സോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ ആദ്യത്തെ യൂട്യൂബ് ചാനലായ ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന ചാനലും കൂടെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ്, ഗ്രാമർ, മോട്ടിവേഷൻ എന്ന ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഇംഗ്ലീഷ് മാസ്റ്റർ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. അതിൽ ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജ് കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അതിൽ ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കൊക്കെ യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അപ്പോൾ അത്രയ്ക്കൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് തൊട്ടടുത്തായിട്ട് കുഞ്ഞി ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത ക്ലാസ്സായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.